Good morning to all. Good morning, ma'am. Morning. Morning. Okay, start ചെയ്യാം നമുക്ക്. Yeah. Okay, start with prayer. Dear God, we thank you for this new day. Fill our hearts with peace and joy. Guide our thoughts to wisdom and truth. Bless our teacher who lead us and our friends who learn with us. Help us to be kind, sincere, and hardworking so that today becomes a day of learning and growth. Amen. Okay. Then Good morning, ma'am, and my dear friends. Welcome to today's class. I am very happy to see all you here. We are going to start new day of learning together. I warmly welcome our teacher and my classmates. Let's learn, listen, and enjoy this class with happiness and curiosity. Thank you, ma'am. okay. Good morning, ma'am. Good morning, all. I'm Adira. Thought of the day. Opportunity does not happen. You need to create them. Thank you all. Okay, then how are you all? Fine, ma'am. Okay, strength കുറഞ്ഞു വരാണല്ലോ. എന്ത് പറ്റി? Internship ആണോ? No, ma'am. ഇല്ല, ആരും ഇന്റേൺഷിപ്പിന് പോയിട്ടില്ല. Hello? ആരും ഇന്റേൺഷിപ്പിനൊന്നും പോയിട്ടില്ല. എന്താ എന്താണെന്ന് അറിയില്ല. Okay. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Okay, ma'am. Okay. നമ്മുടെ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണല്ലോ? Yes, ma'am. Yeah, just wait a second. Okay, present tense എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. present tense സ്ട്രക്ചേഴ്സും ഇതൊക്കെ ഒന്ന് പറയാമോ? ആരെങ്കിലും പറയൂ. Simple present, continuous, perfect, perfect continuous. സ്ട്രക്ചേഴ്സും അതിനെ കുറിച്ച് ഒന്ന് പറയൂ. ഓക്കെ, അതിനുശേഷം നമുക്ക് നേരെ past tense-ലേക്ക് പോവാം. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? അറിയുന്നുണ്ടോ? ആരാ പറയാ? ഞാൻ പറയാം. സിമ്പിൾ പ്രസന്റ് എന്തെങ്കിലും ഹാബിറ്റ്, റൊട്ടീന് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും, പിന്നെ പെർമനന്റ് സിറ്റുവേഷൻസ്, ഫാക്ട്, യൂണിവേഴ്സൽ ട്രൂത്ത്, ടൈം, ഷെഡ്യൂള് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് സിമ്പിൾ പ്രസന്റ് പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ സ്ട്രക്ചർ, സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് V1. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് വെർബ് ING. ദെൻ പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ദെൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ING. Okay, clear. Okay. Yes, ma'am. Or
ഓരോ ആക്ഷൻസിലെയും ഒരു സെന്റൻസ് എന്ന് പറയും. അതായത് സിമ്പിൾ പ്രസന്റ് ഒരു സെന്റൻസ്, പിന്നെ കണ്ടിന്യൂസ് ഒരു സെന്റൻസ്, അങ്ങനെ സെന്റൻസ് വൈസ് ആയിട്ടെന്ന് പറയും. സ്ട്രക്ചർ അല്ല, സെന്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് പറയും. അല്ലേ പറഞ്ഞ? അതായത് സിമ്പിൾ പ്രസന്റ് ഉണ്ടല്ലോ, അതിൽ ഒരു സെന്റൻസ് പറയാം. അതായത് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം, സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് പറയാം. ഓക്കെ മാം. എല്ലാവരും പറയണം കേട്ടോ, എല്ലാവരും. ഓക്കെ, ഓരോ ആക്ഷൻസിലെയും ഓരോ സെന്റൻസ് വെച്ച് പറയും. ഞാൻ പറയട്ടെ മോ? ഓക്കെ. സിമ്പിൾ പ്രസന്റ് ഐ റൈറ്റ് എ ലെറ്റർ. മാം അതിന്റെ നെഗറ്റീവ് ഫോമും ക്വസ്റ്റ്യനും പറയണോ? പറയൂ, പറഞ്ഞാൽ നല്ലതായിരുന്നു. പറയാം. നെഗറ്റീവ് ഫോം ഐ ഡു നോട്ട് റൈറ്റ് എ ലെറ്റർ. ക്വസ്റ്റ്യന് ഡു ഐ റൈറ്റ് എ ലെറ്റർ. പ്രസന്റ് കണ്ടിന്യൂസിൽ ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. നെഗറ്റീവ് ഐ ആം നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ. ക്വസ്റ്റ്യനിൽ ആം ഐ റൈറ്റിംഗ് എ ലെറ്റർ. പ്രസന്റ് പെർഫെക്റ്റില് ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. നെഗറ്റീവ് ഐ ഹാവ് നോട്ട് റിട്ടൺ എ ലെറ്റർ. ക്വസ്റ്റ്യനിൽ ഹാവ് ഐ റിട്ടൺ എ ലെറ്റർ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. നെഗറ്റീവ് ഐ ഹാവ് നോട്ട് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ക്വസ്റ്റ്യനിൽ ഹാവ് ഐ ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. എന്താണ് നെഗറ്റീവ്? എങ്ങനെയാ വരാ? നെഗറ്റീവ് ഐ ഹാവ് നോട്ട് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നില്ല. ഓക്കെ, അപ്പോ ഐ ഹാവ് റൈറ്റ് എ ലെറ്റർ, ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഓക്കെ, അത് പോസിറ്റീവ് ആണ്. ഐ ഹാവ് റിട്ടൺ. ദെൻ നെഗറ്റീവ് ഐ ഹാവിന്റ് I have not been writing a letter. I have not been. പെർഫെക്റ്റ് അല്ലേ? അപ്പൊ ഐ ഹാവിന്റ് എന്ത് വരും? ഐ ഹാവിന്റ് അവിടെ റിട്ടൺ ആണോ റൈറ്റ് ആണോ വരാ? Written a letter. റിട്ടൺ ആണ്. ഓക്കെ, then have I have not been written a letter. have I written a letter? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട് ആയോ ചോദിച്ചപ്പോ? ചെറിയൊരു ഇത് വന്നു നേരം പെട്ടെന്ന്. ഓക്കെ ഓക്കെ, ഓക്കെ മാം, താങ്ക് യു. നെക്സ്റ്റ് ആരാ പറയാ? പറഞ്ഞാലേ പഠിക്കൂ. ഓക്കെ, അതേപോലെ ഓരോ ടെൻസ് വെച്ചിട്ട് പറയൂ. നെക്സ്റ്റ് പറയുന്നില്ല. ഇന്ന് ശ്രുതി ക്ലാസ്സിലല്ലോ. ശ്രുതി ആബ്സെന്റ് ആണോ? ചോദിക്കാവോ? ശ്രുതി ചേച്ചി നാട്ടിൽ പോയേക്കുവാണെന്ന് തോന്നുന്നു. മാം ഞാൻ പറയാം. പ്രസന്റ് ടെൻസിൽ പോസിറ്റീവ് ഇത് ഐ ഗോട്ട് ടു സ്കൂൾ എവറി ഡേ. നെഗറ്റീവ് ഐ ഡോണ്ട് ഐ ഡു നോട്ട് ഗോ ടു സ്കൂൾ എവറി ഡേ. പ്രസന്റ് കണ്ടിന്യൂസിൽ ഐ ആം റീഡിങ് എ ബുക്ക്. നെഗറ്റീവിൽ ഐ ആം നോട്ട് റീഡിങ് എ ബുക്ക്. പ്രസന്റ് പെർഫെക്റ്റിൽ I have finished my homework. Negative, I have not finished my homework. Present perfect continuous tense, I have been studying for 2 hours. Negative, I have not been studying for 2 hours. Yeah, okay, Rachel. Jessie പോയോ? ഞാനിവിടെ ഉണ്ട്. സോറി മാം, ഇത് പ്രിപ്പയർ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെയാണോ പറഞ്ഞത്? ഞാൻ ഫോം പഠിച്ചു, അത് ഞാൻ ഇവിടെ എഴുതി വെച്ചു. എന്നിട്ട് അത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ സെന്റൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഉറപ്പായിട്ടും പറയാം മാം. പഠിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ സോറി മാം, കഴിഞ്ഞ ആഴ്ച ശരിയാ ഞാൻ ഫോം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്നും പഠിച്ചിരുന്നില്ല.
ഇപ്പൊ ഞാൻ ഫോമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ പഠിച്ചു. ഇപ്പോ ഇനി ഈ ആഴ്ചയിൽ എന്തായാലും ഞാൻ സെന്റൻസ് എന്തായാലും ക്ലിയർ ചെയ്യണം. പഠിക്കൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും, എല്ലാവരോടും ചോദിക്കും. ഓക്കെ, കമ്പൽസറിയായിട്ട് Okay. പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ പഠിക്കൂ, അല്ലാതെ ഞാൻ ഇങ്ങനെ സോഫ്റ്റ് കോർണർ ആയിട്ടാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പഠിക്കില്ല കേട്ടോ. ഓക്കെ, പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. Okay. ആരെങ്കിലും പ്രിപ്പയർ ചെയ്യാത്തവരോ അറിയില്ല എന്നോ അങ്ങനെ ഉള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ എല്ലാവരും ചോദിക്കും. ഓക്കെ, പഠിച്ചിട്ട് വരും എല്ലാവരും. പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, അങ്ങനെ എല്ലാ ആക്ഷൻസിന്റെയും വേണം. അതായത് പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് ടെൻസിലാണ് കേട്ടോ. ഇതെല്ലാം പഠിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും പറയാൻ റെഡി ആയിട്ട് വരാം. നോക്കി പറയരുത്, നോട്ട്ബുക്ക് നോക്കി പറയരുത് കേട്ടോ. നോക്കാതെ പറയാം. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാൻ വേണം. ഷുവർ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അബ്സെന്റ് ആയിരുന്നു. ഞാൻ ഇന്നലെ ക്ലാസ് കൂടി, പക്ഷെ എനിക്ക് ഇതെല്ലാത്തിന്റെയും ഈ നെഗറ്റീവ് ഫോംസ് അതങ്ങനെ ക്ലിയർ ആയില്ല. ബാക്കിയെല്ലാം ക്ലിയർ ആയി. നെഗറ്റീവ് പ്രസന്റ്, സിമ്പിൾ പ്രസന്റിന്റെ നെഗറ്റീവ് ഫോം, സിമ്പിൾ പ്രസന്റ് പെർഫെക്റ്റിന്റെ, പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഒക്കെ നെഗറ്റീവ് ഫോം മനസ്സിലായില്ല. ഓക്കെ, ഇപ്പോ സിമ്പിൾ പ്രസന്റിൽ ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ യു I play cricket. I play cricket. You play cricket. Okay. I question confusing ആകും. You play cricket എടുക്കുക. You play cricket എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, ആ സെന്റൻസ് നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി വെച്ചേ. യു സിമ്പിൾ പ്രസന്റിലെ യു പ്ലേ ക്രിക്കറ്റ്. അത് എന്തോ യു പ്ലേ ക്രിക്കറ്റ്, അല്ലെങ്കിൽ വി പ്ലേ ക്രിക്കറ്റോ എന്തെങ്കിലും എഴുതാം. ഐ പ്ലേ ക്രിക്കറ്റോ എന്തെങ്കിലും എഴുതാം. നമുക്ക് ഇഷ്ടമുള്ളൊരു സെൻസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത് യു പ്ലേ ക്രിക്കറ്റ് ആണ്. യു ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് ആണോ മാം? യു ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് കാരണം നെഗറ്റീവ് ആണ്. അത് പ്ലൂറൽ ആയതുകൊണ്ട് യു പ്ലേ വന്നു. സോ അവിടെ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? ഏത് ഓക്സിലറി ആണ്? ഡു ആണ് വരാട്ടോ. പ്ലൂറത്തിന്റെ കൂടെ ഡു ആണ് യൂസ് ചെയ്യുക. അപ്പൊ യു ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോട്ട് എന്തായാലും ഉണ്ടാക്കും. അപ്പൊ യു ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇനി പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പൊ ക്രിക്കറ്റ് കളിക്കുകയാണോ, സോറി നീ ക്രിക്കറ്റ് കളിക്കുകയാണോ എന്ന് ചോദിക്കണം. അപ്പൊ Do you play cricket? യു പ്ലേ ക്രിക്കറ്റ് എന്ന് ചോദിക്കാം. ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് നീ ക്രിക്കറ്റ് കളിക്കുകയല്ലേ, അതാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരാം. അതെങ്ങനെയാ വരാ? അപ്പൊ ഡോണ്ട് യു പ്ലേ ക്രിക്കറ്റ് ഉള്ളൂ. അത് പ്ലൂറൽ സബ്ജക്ട്. ഇനി സിംഗിൾ എടുക്കുകയാണെങ്കിൽ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു. ഹി പ്ലേസ് ക്രിക്കറ്റ്. അത് നെഗറ്റീവ് എന്തായിട്ട് വരാം? അവിടെ ഡസ് ആണ് വരാം. ഡു അല്ല ഡസ് ആണ് വരാം. അപ്പൊ നെഗറ്റീവ് എന്ത് വരും? ഡസ് യു പ്ലേ ക്രിക്കറ്റ്? ഹി ഡസന്റ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എടുക്കും. ഹി ഡസന്റ് പ്ലേ ക്രിക്കറ്റ്. ഇനി പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പൊ ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്? ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആകുമ്പോ he doesn't play. doesn't he play cricket എന്ന് വരും. Okay ma'am, thank you ma'am. ഇത് സിമ്പിൾ പ്രസന്റ് ആണ് ട്ടോ. അതുപോലെ തന്നെയാണ് കണ്ടിന്യൂസിൽ വരാം. യു ആർ പ്ലേയിങ് ക്രിക്കറ്റ്, യു ആർ പ്ലേയിങ് ക്രിക്കറ്റ്, യു ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്, ആർ യു പ്ലേയിങ് ക്രിക്കറ്റ്, ആർഇന്റ് യു പ്ലേയിങ് ക്രിക്കറ്റ്, ഇങ്ങനെ വരും. ക്ലിയർ ആയോ ലവ്ലി? Yes ma'am. Present perfect continuously എങ്ങനെ വരും ma'am? അത് എല്ലാത്തിനും കൂടെ നോട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, സോ യു ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ആണെങ്കിൽ യു ഹാവിൻ ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഹാവിൻഡ് ആണ്, ഹാവ് നോട്ട് ഹാവിൻഡ് ആണ്. ദെൻ എന്തൊരും ഹാവ് യു ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് ചോദിക്കാം. അതിന്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഹാവിൻഡ് യു പ്ലേയിങ് ക്രിക്കറ്റ്, ഹാവിൻഡ് വരും. എഴുതി പഠിക്കാം. മാക്സിമം എഴുതിയും പറഞ്ഞു പഠിച്ചാൽ ഇത് ക്ലിയർ ആയി. ഓക്കെ, അല്ലാതെ നമുക്ക് അറിയാം, ഓക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുകയുള്ളൂ, മനസ്സിലാവില്ല. ഇത് നന്നായിട്ട് എഴുതി ഒരുപാട് സെന്റൻസ് നിങ്ങൾ എടുത്ത് എഴുതാം. അതിന്റെ കൂടെ പറഞ്ഞു എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആവും. പിന്നെ ഒരിക്കലും നിങ്ങൾ മറക്കില്ല. എങ്ങനെ ഞാൻ ചോദിച്ചാൽ ക്യാൻസർ പറയാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ നോക്കാം. അപ്പൊ ഡൗട്ട് ക്ലിയർ ആവും, എന്നിട്ട് പഠിക്കാം. ഓക്കെ,
അപ്പൊ നമ്മുടേതായ രീതിയിൽ എഫേർട്ട് എടുത്ത് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുക. ഒരിക്കലും മറക്കാതിരിക്കും, നമ്മൾ മറക്കില്ല, കാരണം നമ്മൾ എഫേർട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇനി ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട് അല്ലെ, ആബ്സെന്റ് ആയവരുണ്ട്, അവരോടും കൂടി പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഞാനത് ചോദിക്കും, എല്ലാവരും പറയണം. ഓക്കെ, അതും ക്യാമറ ഓൺ ചെയ്യാൻ വേണം കേട്ടോ, നിർബന്ധമാണ് ക്യാമറ ഓൺ ചെയ്യണം. ഫേസ് ടു ഫേസ് നോക്കി നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ നോക്കാം. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഈ ടെൻസ് പഠിക്കാതെ നിങ്ങൾക്ക് വേറെ ഒന്നും പഠിക്കാൻ പറ്റില്ല. ഈ ആക്റ്റീവ് വോയിസ് ആണെങ്കിലും ഡയറക്റ്റ് സ്പീച്ച് ആണെങ്കിലും കോൺവേർഡ് ആണെങ്കിലും ഒന്നും പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ടെൻസ് എന്ന് പറയുന്നത്. മാക്സിമം പഠിക്കാം. ഓക്കെ, അപ്പോ ഈ പാസ്റ്റ് ടെൻസിലേക്ക് പോട്ടെ. യെസ് മാം. ഇപ്പൊ നോട്ട്ബുക്ക് എടുക്കാം, എഴുതി കൊടുത്തോളൂ കേട്ടോ. പാസ്റ്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് പഠിക്കുകയാണെങ്കിൽ പിന്നെ എല്ലാ ടെൻസും പഠിക്കാൻ എളുപ്പമാണ്. ഫേസ് പ്രസന്റ് ടെൻസ് മാത്രം, അതിലാണ് കുറച്ചൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം സിമ്പിളാ, ഭയങ്കര സിമ്പിളാ. ഓക്കെ, ഇപ്പൊ പാസ്റ്റ് ടെൻസിൽ ഏതൊക്കെയാണ് 4 ആക്ഷൻസ്? സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, കണ്ടിന്യൂസ്. ഓക്കെ, the first one, simple past. Simple past is that structure. എന്തായിരിക്കും സ്ട്രക്ചർ? എന്തായിരിക്കും സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ? ഏതാ? Subject plus V1. Subject plus V2 plus സിമ്പിൾ പ്രസന്റ് സബ്ജക്ട് പ്ലസ് V1 ആയിരുന്നു. സിമ്പിൾ പാസ്റ്റ് അപ്പോ സബ്ജക്ട് പ്ലസ് V2 ആണ് കേട്ടോ. എഴുതിക്കോളൂ, സ്ട്രക്ചർ എഴുതിക്കോളൂ. സബ്ജക്ട് പ്ലസ് V2. സബ്ജക്ട് പ്ലസ് V2. വെർബിന്റെ എല്ലാ ഫോംസും തന്നിട്ടുണ്ട്. അപ്പൊ V2 എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, സബ്ജക്ട് എന്താണെന്ന് അറിയാം. ഇതിനകത്ത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ, എഴുതിയോ? ഇത് കഴിഞ്ഞോ? എന്താ റെസ്പോണ്ട് ഒന്നുമില്ലാതെ? കഴിഞ്ഞോ? എന്തൊക്കെയാ എഴുതുന്നേ? ഒരുപാട് എഴുതണ്ട, സ്ട്രക്ചർ മാത്രം എഴുതിയാൽ മതിട്ടോ. കൊടുക്കാം, അതിനുശേഷം സ്മോൾ ഹെഡിങ് ആയിട്ട് സിമ്പിൾ പാസ്റ്റ് കൊടുക്കുക. അതിന്റെ കൂടെ അതിന്റെ സ്ട്രക്ചർ എഴുതാം. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ബ്രാക്കറ്റിൽ മലയാളം എഴുതണ്ടേ? എന്താണ്? ചെയ്തു എന്നാണ് കേട്ടോ. ചെയ്തു. സിമ്പിൾ പ്രസന്റ് ചെയ്യുന്നു എന്നാണെങ്കിൽ ഇത് ചെയ്തു, പാസ്റ്റ് ആണ്, കഴിഞ്ഞൊരു കാര്യമാണ് അല്ലെ. സോ ചെയ്തു എന്ന് എഴുതാം കേട്ടോ ബ്രാക്കറ്റിൽ. ചെയ്തു.
ഇതിപ്പോ ടൈം എത്രയായി? 10:51. 10:50 എന്ന് പറയുന്നതും പാസ്റ്റ് ആണ്. മനസ്സിലായോ? തൊട്ട് മുൻപത്തെ കാര്യം പറയാനും നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാം. പാസ്റ്റ് ആണ്. ഇപ്പൊ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം പറയാൻ വേണ്ടി യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഈ പാസ്റ്റ് ടെൻസ് വെച്ചിട്ടാണ്, സിമ്പിൾ പാസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെയും നമുക്ക് പറയാൻ പറ്റും. എല്ലാ ടെൻസും നമ്മൾ പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടെ അറിയാൻ പറ്റുക, ഏതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്ന്. എല്ലാ ടെൻസും പഠിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അപ്പൊ പാസ്റ്റ് എന്ന് പറയുന്നത് തൊട്ട് മുൻപ് നടന്ന കാര്യം, അത്രയും കഴിഞ്ഞൊരു മൊമെന്റ് വരെ എന്താണ് പാസ്റ്റ് ആണ്. പ്രസന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്നു, തൊട്ട് മുൻപ് നടന്നത്, നിങ്ങളിപ്പോ എഴുതിയത് തൊട്ട് മുൻപ് നടന്നൊരു കാര്യമാണ് അല്ലെ, എഴുതി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താ? കഴിഞ്ഞു എന്നാണ്, എഴുതി കഴിഞ്ഞു. സോ പാസ്റ്റ് ആണ്. അപ്പൊ തൊട്ട് മുൻപ് നടന്ന കാര്യങ്ങൾ വരെ പാസ്റ്റ് ആണ്, കഴിഞ്ഞു. അപ്പോ എന്ത് പ്രവൃത്തിയും തൊട്ട് മുൻപ് വരെ നടന്ന എന്ത് പ്രവൃത്തിയും നമുക്ക് ഈ പാസ്റ്റ് ടെൻസ് വെച്ചിട്ട് പറയാൻ പറ്റുന്നതാണ്. ക്ലിയർ? സിമ്പിൾ ആണല്ലോ അല്ലെ? പാസ്റ്റ് ടെൻസ് ഭയങ്കര സിമ്പിൾ ആണ്. അപ്പോ സബ്ജക്ട് പ്ലസ് V2 ആണ്. ഇനി ഞാൻ ഹോംവർക്ക് എഴുതി കഴിഞ്ഞു എങ്ങനെയാ പറയാ? I wrote homework. I wrote homework. I wrote did ഒക്കെ വരുന്നുണ്ടോ? I wrote my homework എന്ന് പറയാൻ വയ്യ. I finished my homework എന്ന് പറയാം. ഇതിനിടയിൽ ഒന്നുമില്ല, ഇവിടെ നമുക്ക് സബ്ജക്റ്റും വെർബും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. I finished my homework. പിന്നെ ക്രിക്കറ്റ് കളിച്ചു എന്നാണെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചു. എന്ത് വരും? I played ക്രിക്കറ്റ് വരും. ഇനി അവൻ ക്രിക്കറ്റ് കളിച്ചു എന്നാണെങ്കിലോ? He played cricket. Played ആണ് കേട്ടോ, പാസ്റ്റ് ടെൻസ് ആണ്. V2 ഫോം ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. V3ലേക്ക് ഒന്നും പോകാൻ പാടില്ല, V2 ഫോം ആണ്. ഓക്കെ, I played cricket, he played cricket. ഇനി അവനൊരു പാട്ട് പാടി എന്നാണെങ്കിലോ? അവൻ പാട്ട് പാടി, അവനൊരു പാട്ട് പാടി. He sang a song. എന്താണ്? They sang a song. സങ് ആണോ സാങ് ആണോ? Sang. He sang a song. Yeah, he sang a song. Singing sang എന്നാണ്. അപ്പൊ he sang a song. അപ്പൊ V2 ഫോം ആണ് യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? പാസ്റ്റ് ടെൻസ് ക്ലിയർ ആയോ? Yes, ma'am. അപ്പൊ ഒരു സെന്റൻസ് ചെയ്തു. I wrote a letter. I wrote a letter ചെയ്തു. നമ്മള് ഡു ഡസും പഠിച്ചു അല്ലെ? ഡു ഡസ് പഠിച്ചു. ഇനിയുള്ള ഏതാ? ഡിഡ് ആണ്. ഡിഡ് എന്താ? പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് ഈ ഡിഡ്. അപ്പൊ I wrote a letter എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നെഗറ്റീവ് എഴുതിയേ. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? അപ്പോ I did not write a letter. right അല്ലേ? I did not write a letter. Yeah, I did not write a letter. I didn't write a letter. നിങ്ങൾ ഈ നോട്ട് പറയണം കേട്ടോ. Do not, does not, did not അങ്ങനെ പറയില്ലേ? ഷോർട്ട് ആക്കി പറയണം. Didn't, doesn't, don't. Okay. അപ്പൊ I didn't write a letter. I didn't write a letter. ഇനി ക്വസ്റ്റ്യൻ ചെയ്യൂ. പോസിറ്റീവ് ക്വസ്റ്റ്യൻ. Did I write a letter? Yeah, did I write a letter? Okay. And the negative question? Didn't I write a letter? Didn't I write a letter? Clear. Okay. Then he wrote a letter. Next. He wrote a letter. He didn't write. He didn't write a letter. Yeah, he didn't write a letter. Then Did he write a letter? Did he write a letter? Didn't he write a letter? Writing. yeah, did he write a letter? Didn't he write a letter? അപ്പോ ഇവിടെ പാസ്റ്റ് ടെൻസില് സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും ഒന്നും ഇല്ല കേട്ടോ. എല്ലാത്തിന്റെയും കൂടെ നമുക്ക് ഡിഡ് യൂസ് ചെയ്യാം. ഓക്കെ, പ്രസന്റ് ടെൻസ് ആണ് കുറച്ചുകൂടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൂ, കാരണം ഡു ഡസ് ഒക്കെ ഉണ്ട്. പാസ്റ്റിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, സെയിം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. സിംഗുലറിലും പ്ലൂറൽ സബ്ജക്റ്റും സെയിം ഓക്സിലറീസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഇതാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. കുറച്ച് സെന്റൻസ് ഒന്ന് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, സിംഗുലർ സബ്ജക്ട് വെച്ചും പ്ലൂറൽ സബ്ജക്ട് വെച്ചും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക.
അതിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇതെല്ലാം ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു സെന്റൻസ് ആണോ സർ? മാം സിമ്പിൾ പാസ്റ്റിന്റെ ആണോ ഈ നെഗറ്റീവും പോസിറ്റീവും ക്വസ്റ്റ്യനും എല്ലാം? പാസ്റ്റ് കേട്ടോ. സിമ്പിൾ പാസ്റ്റില് സിംഗുലർ സബ്ജക്ട് വെച്ചിട്ട് ഒരു സെന്റൻസും പ്ലൂറൽ സബ്ജക്ട് വെച്ചിട്ട് ഒരു സെന്റൻസും എഴുതാം. അങ്ങനെ 2 സെന്റൻസ്. എന്നിട്ട് അതിന്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ എഴുതാം. ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണേ. 2 സെന്റൻസ് അല്ലേ വേണ്ടേ? സിംഗുലറും പ്ലൂറലും. 2 സെന്റൻസും അതിന്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സ് എഴുതാം. ക്വസ്റ്റ്യൻസ് വേണം കേട്ടോ. അതുപോലെ പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും വേണം. ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണേ. 17 സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ട്. സോ എല്ലാവരും ചെയ്യാം. എനിക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മാം, എന്തോ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പോ ലവ്ലി പറയൂ എന്നാൽ കേട്ടോ. I play cricket. I didn't play cricket. Sorry, I played cricket. അല്ലേ മാം? പ്ലേഡ് അല്ലേ? Yeah. I didn't play cricket. Did I play cricket? I didn't play cricket. ശരിയാണോ മാം? Yeah, I played cricket. I didn't play cricket. Did I play cricket? Didn't I play cricket? ഓക്കെ മാം, താങ്ക് യു. ഇനി ഒരു സിംഗുലർ സബ്ജക്ട് വെച്ചിട്ട് പറയൂ. Okay. He wrote a letter. He didn't write a letter. Did he write a letter? Didn't he write a letter? ശരിയാണോ മാം? Okay. ഞാനെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയാം. ടെക്സ്റ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. മാം ഐ റോട്ട് എ ലെറ്റർ അല്ലെങ്കിൽ നെഗറ്റീവ് വരുമ്പം ഐ ഡിഡിന്റ് റൈറ്റ് എന്നാണ്. ഐ ഡിഡിന്റ് ഐ ഡിഡിന്റ് റൈറ്റ് എ ലെറ്റർ എന്നാണ് നെഗറ്റീവ് വരുമ്പം. I didn't write ആണ് വരാം. റോട്ടല്ല. നെഗറ്റീവ് വരുമ്പോ റോട്ടല്ല. അത് കാരണം നമുക്ക് ഡിഡ് പുറത്തോട്ട് വരുമ്പോ അവിടെ കറക്റ്റ് V1 ഫോം ആയിരിക്കും വരാം. അതായത് V1 പ്ലസ് ഡിഡ് ആണ് V2 വരും. ഓക്കെ, അപ്പോ റൈറ്റ് പ്ലസ് ഡിഡ് ആണ് എന്ത്? റോട്ട്. ഓക്കെ, ഓക്കെ മാം. അപ്പൊ ഡിഡ് പുറത്തോട്ട് വരുമ്പോ എന്താണ്? അത് റൈറ്റ് ആയിട്ട് മാറും. മാം ഞാൻ പറയാം. ഷീ ate an apple. നെഗറ്റീവില് ഷീ ഡിഡിൻറ്റ് ഈറ്റ് ആൻ ആപ്പിൾ. പ്ലൂറൽ സബ്ജക്റ്റിൽ they ate apples. നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവിൽ they did not eat apples. ഓക്കെ, ക്വസ്റ്റ്യൻസ് കൂടെ പറയും കേട്ടോ. പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണോ മാം? പറയൂ. പോസിറ്റീവ് സിമ്പിൾ പാസ്റ്റിൽ സിംഗുലർ സബ്ജക്റ്റിൽ പോസിറ്റീവ് ഷീ ate an apple. നെഗറ്റീവിൽ ഷീ didn't eat an apple. പ്ലൂറൽ സബ്ജക്റ്റിൽ പോസിറ്റീവ് they ate apples. നെഗറ്റീവിൽ they didn't not അല്ല
eat apples. ശരിയാണോ മാം? ശരിയാണ്, പക്ഷെ ക്വസ്റ്റ്യൻ കൂടെ പറയണം. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് നമുക്ക് നീ ആപ്പിൾ കഴിക്കുകയാണോ, നീ ആപ്പിൾ കഴിക്കുകയല്ലേ, അത് രണ്ടും വേണം. ആഹാ. കുറച്ച് കൺഫ്യൂസിങ് ആണ്. കൂൾ ആയിട്ടിരിക്കും കേട്ടോ. ഒന്നോടൊന്ന് അത് നോക്കി എഴുതാ, എന്നിട്ടൊന്ന് പറഞ്ഞു നോക്കി. Nasira, I studied English yesterday. I didn't study English yesterday. Okay, did I study English? Didn't study English. Okay. Question mark ഇടണം കേട്ടോ, മറക്കരുതേ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണേ. I closed the door. I didn't close the door. Did I close the door? Didn't I close the door? She went to film. മാം സിംഗുലർ ഫോം വരുമ്പോഴും V2 ഫോം തന്നെയാണോ മാം? Yeah, we did some same one. Okay ma'am, thank you. She went to film. Yeah. She went to watch a film. Okay, she went to watch a film. She didn't go to watch a film. Did she go to watch a film? Didn't she go to watch a film? Okay. Yeah. മിസ് അതിന്റെ കൂടെ വാച്ചിനും കൂടി ചേർക്കണമായിരുന്നോ? വാച്ച് കൂടി ചേർക്കും കേട്ടോ, നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ അല്ലെ. നമ്മള് പൊതുവെ നമ്മൾ നോർമലി പറയും സിനിമയ്ക്ക് പോയിന്ന് പറയും, പക്ഷെ എന്നാൽ എന്താണ് സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അത് വാച്ചിനെയും കുറച്ച് നല്ലതാണ്. She went to watch a film അല്ലെ. She went to film എന്ന് പറയുന്നത് നല്ലത്. She went to watch a film. Okay. Yeah. Okay. ബാക്കിയെല്ലാം കറക്റ്റ് ആണേ. Ma'am, he went to school yesterday. He didn't go to school yesterday. Did he go to school yesterday? Didn't he go to school yesterday? നിഷ, സ്കൂൾ അല്ല കേട്ടോ, സ്കൂൾ. Schools. Okay. Okay, പണ്ട് അങ്ങനെ പറയില്ല. They bought a car. They didn't buy a car. Did they buy a car? Buy spelling നോക്കണേ. Didn't they buy a car? Yeah. She reads. Sina. ഇത് പ്രസന്റ് ആണ്, ഇത് പാസ്റ്റ് മതി. പാസ്റ്റ് കേട്ടോ, കറക്റ്റ് ആണ്. പ്രസന്റ് ആണെങ്കിൽ കറക്റ്റ് ആണേ. I watched TV. I didn't watch TV. I didn't watch it. I didn't watch TV. Did he? Did he read a book? Watch TV വെച്ച് തന്നെ നാലെണ്ണം ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അതായത് I watched TV. I didn't watch TV. Did I watch TV? Didn't I watch TV? No, കേട്ടോ. അങ്ങനെ കുറച്ച് നല്ലത്. I went to the show. I didn't go. I went to the show. I didn't go to the show. Did I go to the show? Didn't I go to the show? എന്താണ് അങ്ങോട്ടൊക്കെ മാറിയല്ലോ. Then I studied for the exam. I made chapati. I didn't make chapati. Did I make chapati? Didn't I make chapati? അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പ്രസന്റ് കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ തന്നെ പാസ്റ്റും ചോദിക്കും കേട്ടോ. അല്ലേ വേണ്ട, പാസ്റ്റ് എപ്പോഴും ചോദിക്കും. അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് കംപ്ലീറ്റ് ചോദിക്കും ഞാൻ. She ran fast. She didn't run fast. Did she run fast? Didn't she run fast? Okay. He sang a song. He didn't sing a song. Did he sing a song? Didn't he sing a song? Okay. എന്താ നോക്കിയത് പഠിക്കുമ്പോ അല്ലെ, നാലെണ്ണം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വെറുതെ ചുമ്മാ ഇങ്ങനെ പറയാം അല്ലെ. രസമല്ലേ ഇത് പഠിച്ചപ്പോ? കുറെയൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായത് ക്ലിയർ ആയില്ലേ അല്ലെ. നമുക്ക് ആദ്യം ഇങ്ങനെ ചോദ്യം ചോദിക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ ക്വസ്റ്റ്യൻ വരാം,
ഈ ഡസ് എങ്ങനെയാ വരാ, ഡു എങ്ങനെയാ, ഡിഡ് എങ്ങനെയാന്നൊക്കെ ഓർത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ ഏകദേശം ക്ലിയർ അല്ലേ? അല്ലെ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക്. Yes, ma'am. He studied for an exam. For the exam എന്ന് ചോദിക്കാം, particular ആയിട്ടുള്ള എക്സാം ആണെങ്കിൽ, അല്ലെങ്കിൽ for an exam ആണെങ്കിൽ പ്രശ്നം എന്താണ്, കുഴപ്പമില്ല. He studied for an exam. Did he studied for an exam. He didn't study for exam. Did he study for exam? Didn't he study for exam? Yeah. She cooked rice in the morning. She didn't cook. She didn't cook ആണേ, പിന്നെ കുക്ക്ഡ് വരില്ല കേട്ടോ. ഡിഡ് ഉണ്ടെങ്കിൽ പിന്നെ വേർബിനെ കൊണ്ട് നമുക്ക് ഇഡി വേണ്ട. അപ്പോ she didn't cook rice in the morning. Did she cook rice in the morning? Didn't she cook rice in the morning? എന്ന് വരും കേട്ടോ. Didn't she cook ആണേ. I cooked rice. Same തന്നെ. Don't cook. And did I cook? Didn't I cook? എന്ന് വരും. She sang a song. Did she sang a song? She didn't sang a song. Didn't she sang a song? I sang a song. I didn't sang a song. Did I sang a song? Didn't I sang a song? Didn't I sing a song? Did I sing a song? എന്ന് പറഞ്ഞു കേട്ടോ. I didn't sing a song. Oh, they see the did വരുമ്പോ sing ആണ് വരാട്ടോ. അതായത് she sang a song. Did she sing a song? എന്നെയും കൂടെ തെറ്റിക്കോലോ, ഞാൻ പറയാം. She sang a song. She didn't sing a song. Did she sing a song? Didn't she sing a song? കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതൂ കേട്ടോ, അതാണ് കുറച്ചുകൂടെ നല്ലത്. ക്ലിയർ ആയോ? സി പിന്നെ ഇതാണ് I sang a song. I didn't sing a song. Did I sing a song? Didn't I sing a song? എന്ന് വരും കേട്ടോ. മാം ഞാൻ പറയട്ടെ. സിംഗുലറില് he went on a tour. He didn't go on a tour. Did he go on a tour? മാം ഓൺ വേണ്ടേ? ടൂറിന് പോയി, അവൻ ടൂറിന് പോയി എന്ന് പറയുമ്പോ he went on a tour. He went a tour എന്ന് മതിയോ? ട്രിപ്പ് എന്നാലും മതിയില്ലേ? ഒരു ട്രിപ്പിന് പോയി. He didn't go a tour എന്ന് പറഞ്ഞാൽ മതിയോ? ട്രിപ്പ് നമുക്ക് പല പല വേർഡ്സ് അവൈലബിൾ ആണ്, അപ്പൊ അതിനനുസരിച്ച് ചേർക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. He went to a tour. Two ആണ് ചേർക്കണം മാം. He went to a tour. He didn't go to a tour. Did he go to a tour? Didn't he go to a tour? അത് സിംഗുലർ. ഇനി പ്ലൂറൽ they went to a tour. They did not go to a tour. Didn't. They didn't go to a tour. Did they go to a tour? Okay. സെന്റൻസ് ഒക്കെ എവിടെ കൺഫ്യൂഷൻ വരുന്നു? ഒരു സെന്റൻസ് കിട്ടി അതിനെ അങ്ങോട്ടും. പിന്നെ ഫാമിദ plural, they run fast. They didn't run fast. Did they run fast? Didn't she ayoda they ആണ് ട്ടോ. Didn't they run fast? I played cricket. I didn't play cricket. Do they play cricket? Didn't they play cricket? Okay. He wrote a letter. He didn't write a letter. Oh, sorry. He wrote a novel. He didn't write a novel. Did he write a novel? Did he write a novel? എന്താണ് ഫുള്ള് കൺഫ്യൂഷൻ ആണോ എല്ലാവർക്കും? ക്ലിയർ ആയോ? ഇത് ശരിക്കും ടെക്സ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ ഇത് പറയുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അത് ക്ലിയർ ആവാം. കാരണം നമ്മള് പറയുമ്പോ നമുക്ക് ടൈം ഇല്ല അല്ലെ, പെട്ടെന്ന് തന്നെ പറയണം. അപ്പൊ കുറച്ച് ക്ലിയർ ആവാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. മാക്സിമം ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഓക്കെ ആണ്. അപ്പൊ പാസ്റ്റ് ടെൻസ് വെച്ചിട്ട് കുറച്ച് സെന്റൻസ് ഒക്കെ പറയൂ കേട്ടോ. സെന്റൻസ് ക്രിയേറ്റ് ചെയ്യൂ. നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും വേണ്ട.
സെന്റൻസ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ചെയ്യാട്ടോ. എന്നിട്ട് സിമ്പിൾ പാസ്റ്റ്. സെന്റൻസ് മാത്രം മതി. സിമ്പിൾ പാസ്റ്റ് സെന്റൻസ് മാത്രം. നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും വേണ്ടേ? നെഗറ്റീവും പോസിറ്റീവും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അതെന്താ നമ്മള് പിന്നീട് പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യും. സിമ്പിൾ പാസ്റ്റ് എന്തൊക്കെ പറയാ നമുക്ക്? പോയി, ചെയ്തു, കഴിച്ചു, കണ്ടു. ഞാൻ ഓർമ്മ he ate an apple. He didn't eat an apple. Did he eat an apple? Didn't he eat an apple? Plural. They ate an apple. They didn't eat an apple. Did they eat an apple? Didn't they eat an apple? അതിന് പഠിച്ചു അല്ലേ? ഇപ്പൊ കൊച്ചൊരു ആപ്പിള് കഴിക്കാൻ കൊണ്ടുവന്നു. അപ്പൊ പിന്നെ ഒരു സെന്റൻസ് വെച്ചിട്ട് പിന്നെ അങ്ങനെ നമ്മളെന്തായാലും പറഞ്ഞു പഠിക്കാട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാം. അത് രസമല്ലേ നിങ്ങൾ പറയാനായിട്ട് അല്ലെ? തെറ്റിയാലും പറഞ്ഞു പറഞ്ഞ് നമ്മൾ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു പഠിക്കാം. മിസ്സേ, ഞാനേ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും കേറിയിട്ടുണ്ടായില്ല. ഇപ്പൊ ഞാൻ ഇരുത്തി കറക്റ്റ് ആണെന്ന് മിസ് പറയട്ടെ. ഇപ്പൊ ഐ റീഡ് എ ബുക്ക്. ഐ ഡിഡിന്റ് റീഡ് എ ബുക്ക്. അങ്ങനെയാണോ? അപ്പൊ അതെങ്ങനെയാ വരണ്ടേ? റെഡ് ഐ റെഡ് എ ബുക്ക് അല്ലേ? ഐ ഡിഡിന്റ് റീഡ് എ ബുക്ക്. ഡു ഐ റീഡ് എ ബുക്ക്? ഡിഡ് ഐ ഡിഡിന്റ് അല്ലേ? ആണോ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ. ഐ റെഡ് എ ബുക്ക് ഫസ്റ്റ്. ഐ ഡിഡിന്റ് റീഡ് എ ബുക്ക്. ഡിഡ് ഐ റീഡ് എ ബുക്ക്? ഡിഡിന്റ് റീഡ് എ ബുക്ക്. ഓക്കെ ഓക്കെ, ശരി. അതായത് ഫസ്റ്റ് വരുന്നത് ഐ റെഡ് എ ബുക്ക്. പിന്നെ എന്താണ്? ഐ ഡിഡിന്റ് വരും. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഡിഡ് ഐ വരും. അതിന് ഡിഡിന്റ് ഐ വരും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നേന്നുള്ളൂ. മാം, ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഷീ പ്ലേഡ് ദ ഡാൻസ്. അങ്ങനെ പറയാമോ മാം? ഷീ പ്ലേഡ് ഡാൻസ് എന്ന് പറയുമോ? പ്ലേഡ് ഡാൻസ്. ഷീ ഡിഡിന്റ് പ്ലേ ഡാൻസ്. ഡിഡ് ഷീ പ്ലേ ദ ഡാൻസ്? ഡിഡിന്റ് ഷീ പ്ലേ ദ ഡാൻസ്? ശരിയാണോ മാം? സെന്റൻസിൽ ഡിഡ് ഉണ്ടെങ്കിൽ വെർബിന്റെ കൂടെ ഇഡി വരില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞു വെർബ് പ്ലസ് ഡിഡ് ആണ് എന്ത് ഈ പറയുന്ന ഇഡി ചേർത്ത വേർഡ്. പ്ലേ പ്ലസ് ഡിഡ് ആണെങ്കിൽ പ്ലേഡ് ആണ്. അപ്പൊ ഡിഡ് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ പ്ലേഡ് പറഞ്ഞാൽ തെറ്റാണ്. പ്ലേ മാത്രം മതി. പ്ലേ ആണ് പറഞ്ഞ. ഡിഡ് ഷീ പ്ലേഡ് ദ ഡാൻസ്? ഡിഡിന്റ് ഷീ പ്ലേ ദ ഡാൻസ്? ഓക്കെ, ഞാൻ കേട്ട മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഓർത്ത് വെക്കാട്ടോ, എപ്പോഴും അത് മാറിപ്പോകരുതേ. ഓക്കെ മാം. ഓക്കെ. Mira followed me. I got a bike. They paid money. Paid ഈ paid അല്ല ട്ടോ. അതിനാ PAID ആണ് ട്ടോ. Boys played on the ground or in the ground. Okay. She slept yesterday. We saw cinema. We watched a movie. ആണ് കുറച്ചുകൂടെ നല്ലത്. സോ നമ്മൾ കണ്ടു, ഒരാളെ കണ്ടു. ഐ സോ ഹിം. ഞാൻ അവനെ കണ്ടു എന്നാണെങ്കിൽ ആ സോ യൂസ് ചെയ്യണം. ഈ മൂവീസിന്റെ കൂടെ എപ്പോഴും നല്ല വാച്ച് ആണ് കേട്ടോ. ഓക്കെ. ദെൻ ഇനി ഇതൊരു സെന്റൻസ് എല്ലാവരും ക്രിയേറ്റ് ചെയ്യൂട്ടോ.
Ma'am, we ran very fast yesterday. We did not run very fast yesterday. Did we run very fast yesterday? Didn't we run very fast yesterday? ശരിയാണ് മാം. Correct ആണ്. Okay, ma'am. He cried for chocolate. He didn't cry for chocolate. Did he cry for chocolate? Didn't he cry for chocolate? Yeah. കൊള്ളാം. ഇനി എന്താ? ഇനി കുറച്ച് മലയാളമൊക്കെ പറയൂ. മലയാള സെന്റൻസ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ചെയ്തു എന്നാണെങ്കിൽ ഞാൻ എന്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഒരു ആപ്പിൾ കഴിച്ചു, ഞാൻ ഇന്നലെ ഒരു ആപ്പിൾ കഴിച്ചു, ഞാൻ ഇന്നലെ അവന്റെ വീട്ടിൽ പോയി, അല്ലെ? ഇതൊക്കെ പറയാലോ നമുക്ക്. I ate my food. He went out. We got some money. Sumaya ran back. Ran away. I ate my food. നമുക്ക് ate പകരം നമുക്ക് അവിടെ had യൂസ് ചെയ്യാം. ഹാവിനും ഹാഡിനും കഴിച്ചു എന്നൊരു മീനിങ് ഉണ്ട് കേട്ടോ. ഞാൻ ചോദിക്കാറില്ല ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കും. ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങൾ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അവിടെ ഹാഡിനാണ് ഒരു കഴിച്ചോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാഡ് മൈ ഫുഡ്. ഓക്കെ, അങ്ങനെയൊക്കെ പറയാം കേട്ടോ. ഹാഡ് വെച്ചിട്ട് പറയാം. ഹാഡിന് വെർബ് ആ ഒരു മീനിങ് ഉണ്ട്. ഇനി മലയാളം സെന്റൻസ് എന്ന് പറഞ്ഞ എല്ലാവരും ഒരു പാസ്റ്റ് സെക്ഷനിൽ മലയാളം സെന്റൻസ് എന്ന് പറഞ്ഞു. അതായത് സിമ്പിൾ പാസ്റ്റ് വെച്ച് കുറച്ച് ലെങ്തി സെന്റൻസ് എന്ന് പറഞ്ഞു ട്രാൻസ്ലേറ്റ് ചെയ്യും. I ate an apple. She went to school. He played football. They watched a movie. He visited the park. Okay. പറയൂ. ഞാൻ രാവിലെ പള്ളിയിൽ പോയി. I went to church in the morning. I didn't go to church in the morning. Did I go to sorry. Did I go to church? Didn't I go to church? ശരിയാണോ മാം? Yeah, correct. ഇത് എന്നോട് ശരിയാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് തെറ്റ് പറയുമ്പോ, അല്ലേ? ഓക്കെ മാം. നിങ്ങൾ പഠിച്ചു. ഡു എവിടെയാണ്, ഡസ് എവിടെയാണ്, ഡിഡ് എവിടെയാണ് എന്നൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ശരിക്കും ഗ്രൂപ്പിൽ നിങ്ങൾ ഇതിനു വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കൂ കേട്ടോ. കാരണം ഇങ്ങനെ ചോദിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് പറഞ്ഞ് പഠിക്കുക. നല്ല രസമായിരിക്കും. ഒരു ഗെയിം പോലെ കളിച്ച് പഠിക്കും. ഓക്കെ, മനസ്സിലാക്കിയെടുത്ത നല്ല രസമാണ്. നല്ല രസാ. എനിക്ക് മാറ്റി ഭയങ്കര ടഫൊക്കെ ആയിരുന്നു. പിന്നെ മനസ്സിലായപ്പോ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കാൻ നല്ല രസമാണ്. ഓരോ സെന്റൻസ് വെച്ചിട്ട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയുമ്പോൾ നമ്മൾക്ക് തന്നെ ഓക്കെ എനിക്ക് അറിയാം, പഠിച്ചല്ലോ. അപ്പൊ ആ ഒരു തോന്നൽ വരും. അതിന്റെ കൂടെ തന്നെ സെന്റൻസും പഠിക്കാം കേട്ടോ. അപ്പൊ പറയുന്ന ഒരു മലയാളം സെന്റൻസ് വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയാൻ നോക്കാം. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണം ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. പല വേർഡ്സ് ഒക്കെയാണ് നല്ലത്. ഇപ്പൊ അസീന പറഞ്ഞ പോലെ ടൂറിന് നമുക്ക് ഏറ്റവും നല്ല ട്രിപ്പ് പറയാം, പിക്നിക് പറയാം. ഒരുപാട് നല്ല നല്ല സിനോണിംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെയാണ് കുറച്ചൊരു മാച്ചിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോ സിനിമ കാണുന്നതിന് കൂടെ നമ്മള് സി യൂസ് ചെയ്യുന്നതൊക്കെ വാച്ച് ആണ്, അല്ലെ? ഒരാളെ കണ്ടു എന്ന് പറയുമ്പോൾ ഐ വാച്ച് ഹിം എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലില്ല. ഐ സോ ഹിം. അതാണ് രസം. അപ്പൊ ഏതിന്റെ കൂടെ ഏതൊക്കെ ചേരുമ്പോഴാണ് നമുക്ക് ആ സെന്റൻസ് കുറച്ചൊരു നമുക്ക് ഓക്കെ ബെറ്റർ ആണ് എന്ന് തോന്നുന്നത്. അതേപോലെ നമ്മൾ ആഡ് ചെയ്യാൻ നോക്കാം. അതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, എപ്പോഴും ഇംഗ്ലീഷ് നമുക്ക് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫ് ആക്കാം. ഒരു പെർ ഡേ നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടി സമയം കണ്ടെത്താം. കുറച്ച് ബുക്സ് ആണെങ്കിലോ എന്തെങ്കിലും കാര്യം ഇംഗ്ലീഷുമായിട്ട് കണക്ട് ആയിട്ടിരിക്കുക. കാരണം നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിച്ചത് ഒരിക്കലും മറക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അല്ലെ? ഇംഗ്ലീഷ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞവരാണ് ഇവിടെയും വരെ എത്തിയെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ തലയിലുണ്ട്, അല്ലെ? ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വരെ നിങ്ങൾ പഠിച്ചെങ്കിൽ ഈ ടച്ച് ഒരിക്കലും വിട്ടു പോവരുത്. നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. ഇംഗ്ലീഷോട്ട്
കുറച്ച് നമുക്ക് കണക്ഷൻ വേണം. അതിന് വേണ്ടി നിങ്ങൾ ഡെയിലി ഇംഗ്ലീഷുമായിട്ട് എന്തെങ്കിലും ബുക്സ് ആണെങ്കിലും എഴുതാനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും നല്ലൊരു ബുക്ക് വായിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് നമുക്ക് വൊക്കാബുലറി കിട്ടും, ഒരുപാട് പുതിയ പുതിയ വേർഡ്സ് അറിയാൻ പറ്റും, യൂസേജ് അറിയാൻ പറ്റും, ഇങ്ങനെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അത് നമ്മള് ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നേക്കാൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അങ്ങനെ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, യൂട്യൂബിലാണെങ്കിൽ ഒരുപാട് ചാനൽസ് ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യുക. ഒരുപാട് പുതിയ പുതിയ വേർഡ്സ് പഠിക്കുക. ഏറ്റവും നല്ല കാര്യമാണ് പുതിയ പുതിയ വേർഡ്സ് പഠിക്കുക. ഓക്കെ, അഡ്വാൻസ്ഡ് ആകാം. നമ്മൾ ബിഗിനേഴ്സിൽ തന്നെ നിൽക്കാതെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വരാം. അതിനെന്താണ് പുതിയ പുതിയ വേർഡ്സ് പഠിക്കണം, അതെങ്ങനെ യൂസ് ചെയ്യണം, ഇതെല്ലാം നമ്മൾ പഠിക്കണം. കുറെ സ്വയം പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാം എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് വെച്ചാൽ പോസിബിൾ അല്ല. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി അങ്ങോട്ട് എടുക്കാനുണ്ട്, ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ട്. ഇംഗ്ലീഷ് ഒരിക്കലും നമ്മുടെ മരണം വരെയും പഠിച്ചാൽ പോലും തീരില്ല. അത്രയും ഒരു സബ്ജക്റ്റ് ആണ്, ഒരുപാടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തോടു കൂടി അതിനെ അപ്രോച്ച് ചെയ്യുക, ഇഷ്ടത്തോടു കൂടി പഠിക്കുക. ഓക്കെ, ഒരിക്കലും മറക്കില്ല. നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി കുറച്ച് ഡെവലപ്പ് ആക്കിയുള്ളൂ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ പഠിച്ചപ്പോ ഈ ടെൻസ് പഠിച്ചപ്പോ ഞാൻ 7th സ്റ്റാൻഡേർഡിലെ ഓർമ്മ വന്നു എനിക്ക് ഗ്രാമറൊക്കെ കുറേശ്ശെ. നമ്മൾ അന്നും പഠിച്ചതാണ്, പക്ഷെ അന്ന് പഠിച്ചത് നമുക്ക് ഓർമ്മയില്ലാതെ എന്തുകൊണ്ടാണെന്നറിയാം. പിന്നീട് നമ്മൾ നോക്കിയിട്ടില്ല. ഇപ്പൊ പൊടി തട്ടിയെടുത്തു കുറേശ്ശെ. ഓക്കെ, അന്നും എക്സാമിന് വേണ്ടി എന്തൊക്കെയോ കയറി പഠിച്ചു, അതൊന്നും നമ്മുടെ തലയിൽ കയറിയിട്ടില്ല. കയറിയതാണ് ആ ടൈമിൽ മാത്രം. പിന്നീട് നമ്മളെല്ലാം മറന്നു, കാരണം നമ്മൾ പിന്നീട് അത് പഠിക്കുന്നില്ലല്ലോ, വേറെ വേറെ കാര്യങ്ങളിലൊക്കെ പോകുന്നു. അതുകൊണ്ടാണ് മറന്നത്. ഇനി നിങ്ങൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ അത്രയും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ടച്ച് പോകരുത്. എന്തും ടച്ച് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലേ. ഏറ്റവും ഫസ്റ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അതെന്താണെങ്കിലും അങ്ങനെയില്ല. അപ്പോ എപ്പോഴും ഒരു ബുക്ക് എന്തെങ്കിലും വായിക്കുക, നോക്കുക, മറക്കരുതിട്ട് ഞാൻ പറയണതൊന്നും ഫോളോ ചെയ്യുക. ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചേഞ്ചസ് മനസ്സിലാവും. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. കോൺഫിഡൻസ് ലെവൽ ആണെങ്കിലും പേഴ്സണാലിറ്റി ആണെങ്കിലും സ്കില്ലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇംഗ്ലീഷ് കൊണ്ട് വരും. ഓക്കെ, ഇതൊക്കെ ഒരു പ്രത്യേക ഒരു ധൈര്യമാണ് ജോലിക്ക് അപ്ലൈ ചെയ്യാനും, സ്കൂളിൽ പോയി ക്ലാസ് എടുക്കാനും, കുട്ടികൾ എന്തെങ്കിലും വന്ന് ചോദിക്കുന്ന കാര്യം മറുപടി പറയാനൊക്കെ നമുക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര ധൈര്യമാണ്. ഓക്കെ, പക്ഷെ ഇപ്പൊ ടെക്സ്റ്റ് വൈസ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് പോയി പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ആവശ്യമാണ് കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടവരായിട്ട് ആ ഇംഗ്ലീഷ് ഒക്കെ നോക്കി വെക്കുക. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നതാണ്, ക്ലാസ് റൂം ഇംഗ്ലീഷ് ആണ്. അത് കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്വയം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. എന്നാലും നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മാം, ഞാൻ ഒരു ദിവസത്തേക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഒരു ദിവസം ഒരു ലീവ് വന്നായിരുന്നേ. എൻ്റെ അടുത്ത് തന്നെ സ്കൂളുണ്ട്. അപ്പൊ ഇന്റേൺഷിപ്പിന് പോകാൻ വേണ്ടി പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പൊ അയച്ചമ്മ എന്നെ ഒരു ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ വിളിച്ചിരുന്നു. തലേദിവസം വിളിച്ചിട്ട് പറഞ്ഞു പിറ്റേ ദിവസം ഒരു മാം ഒരു ടീച്ചർ അവധി ലീവാണ്, വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഒരു ദിവസം പോയി അറ്റൻഡ് ചെയ്തു മാം ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. അടിപൊളിയായിരുന്നു. അപ്പോ അതുപോലെ ഇനിയും നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ അവർക്ക് നിങ്ങൾ ഇഷ്ടാവും ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന രീതികളും. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു മതിൽക്കെട്ടാണ് സ്കൂള്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. കാരണം ജസ്റ്റ് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. പിന്നെ എല്ലാം ദൈവാനുഗ്രഹം ഒക്കെ ഭംഗിയായി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ജോലി കിട്ടും കേട്ടോ, എല്ലാവർക്കും കിട്ടും. അപ്പൊ നമ്മള് അത് എന്താ ക്ലാസ് എടുക്കാനായിട്ട് നമ്മൾ കുറച്ചുകൂടെ റെഡി ആയിട്ടിരിക്കുക, റെഡി ആയിട്ടിരിക്കുക, പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഓക്കെ, ഈ നിമിഷവും നിങ്ങൾക്ക് എന്താണ് ഓഫേഴ്സ് വരാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. പഠിച്ചിട്ട് വാട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരോടും ചോദ്യം ചോദിക്കും പ്രസന്റ് ടെൻസിൽ. ഓക്കെ, ആബ്സെന്റ് ആയവരോടൊക്കെ പറയാം. ഓക്കെ, സോ ലെറ്റ്സ് ഫൈൻഡ് ടുഡേസ് ക്ലാസ്. Sign out alla paraya. Who's going to sign out today's class? Good morning, ma'am, and my dear friends. Thank you, Ashwati ma'am, for today's class. We are really enjoyed it and learned a lot. We are grateful for your valuable time and guidance. Thank you, ma'am. Thank you, my classmates. Thank you. Okay, so thank you all. See you on the next class. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.